ഹലോ യൂട്യൂബ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, ഞങ്ങൾ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ ഇടുക്കിയിലോട്ട് തന്നെയാണ്. ഇടുക്കിയിലെ പാൽക്കുലമേട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കൂടുതൽ പേരുണ്ട്. ഞാൻ അവരെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ കാണുന്നുണ്ട് എൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ ഉണ്ടോ? കിടിലം വ്യൂ ആണ്. ഞങ്ങളിപ്പം പോകുന്ന വഴി റോഡ് സൈഡിൽ നിർത്തി നോക്കിയാണ്. കിടിലം ഈ വ്യൂ കണ്ടപ്പോൾ തന്നെ സെറ്റ് ഇവിടെ നിർത്തി നോക്കാൻ നോക്കിയിട്ട് നമ്മുടെ സൺറൈസ് റെഡിയായി വരുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ മലയിലൊക്കെ പോയിട്ട് സൺറൈസ് കാണണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ ഗൈസ് നടന്നില്ല. എന്തുവായാലും നമ്മൾ ഇവിടെ വെച്ചിട്ട് അത്യാവശ്യം സെറ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നൈസല്ലേ? ബാക്ക് സൈഡ് ഉണ്ടോ? നല്ല കിടിലം വ്യൂ ആണ്. കിടിലം വ്യൂ നിങ്ങൾ നോക്കുക, അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഗൈസ്, എന്തായാലും ഞങ്ങൾ ഈ വട്ടവും ഫുഡ് കൊറോണ സീനും ആയതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ ഈ വട്ടം ഫുഡൊക്കെ കൊണ്ടുവന്നുണ്ട്. ഈ വട്ടം ബ്രെഡ് മാത്രമൊന്നും അല്ല, ഞങ്ങൾ ബാക്കി കുറേ ഫ്രണ്ട്സ് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പല ടൈപ്പ് ഫുഡ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് ബാക്കി യാത്ര തുടരാമെന്ന് വിചാരിക്കുന്നു. അലിഫ് ഇപ്പോഴാണ് ഹെൽമെറ്റ് വീഴുക, നിങ്ങൾ കാണുന്നില്ല. നമ്മുടെ ബ്രെഡ് മച്ചാൻ ബ്രെഡൊക്കെ മാറ്റി ചപ്പാത്തി ആയിരിക്കുകയാണ്. ചപ്പാത്തി ഗായ്സ്, ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് പോവാണ്. ഇപ്പം കാഞ്ഞാറ് വാട്ടർ ഷെഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഈ വഴി പോവാണെങ്കിൽ ഇവിടെയൊക്കെ കയറാൻ നോക്കണം. കിടിലം വ്യൂ ആണ്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ പാൽക്കുടമേടിലോട്ട് പോവുകയാണ്. ബാക്കി നിങ്ങൾ വീഡിയോയിലൂടെ കാണും. ഇവിടെ നിർത്തിയ സീനുണ്ടോ? നിർത്തിയ സീനായിരിക്കും ചിലപ്പോ. സീനുണ്ടോ? നിർത്താം. അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലേ? അല്ലെ പാലത്തിൽ നിൽക്കാനും പറ്റത്തില്ലേ? പാലത്തിൽ നിൽക്കാൻ പറ്റത്തില്ലേ? അല്ലെ ഡാമിന്റെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലേ? ഇല്ലല്ലേ? എടാ, അങ്ങോട്ട് പോകാനും പറ്റത്തില്ലെന്ന്. അല്ല, അങ്ങോട്ട് നടന്നു പോലും പോകാൻ പറ്റത്തില്ലെന്ന്. എന്നാ പോ. ഓക്കെ, ബൈ. കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റത്തില്ലെന്നാണ് പോലീസുകാർ പറയുന്നത്. അവര് പറയുന്നത് ഇവിടെ ഇപ്പം കൊറോണ സീനല്ലായിരിക്കും. ഒന്നും പറഞ്ഞില്ല, കാരണം ഒന്നും പറഞ്ഞില്ല. എന്തായാലും അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. ഇപ്പോൾ ഡാം നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, ഖേദം അറിയിക്കുന്നു. ഗായ്സ്, നിങ്ങളിത് കാണുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ മറ്റേ ഹിൽ വ്യൂ പോയിന്റ് 1 കിലോമീറ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ കയറ്റി വിടുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് ഫുള്ള് നല്ല വളമാണ്. നിങ്ങൾ കണ്ടില്ലേ? വരുന്ന വഴിയെല്ലാം കണ്ടില്ലേ? നല്ല ഫുള്ളങ്ങ് വളമുള്ള ഏറിയാണ്. നൈസ് പോകണം. നമ്മൾ നൈസായിട്ട് പോയില്ലെങ്കിൽ പാളും, വണ്ടി പാളും. പിന്നെ പക്ഷെ കിടിലൊരു വൈബാണ് കേട്ടോ ഇവിടെ ഇതൊരു ഓടിക്കാൻ. നൈസാണ്. ഇവിടെ ഹിൽ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഞങ്ങൾ അറിഞ്ഞൂടാ റൂട്ട്. ഇപ്പോഴും നമ്മുടെ അല്ലെങ്കിൽ ഇപ്പം അത്യാവശ്യം നമ്മുടെ സ്ഥലങ്ങളെല്ലാം ഇപ്പം നമ്മുടെ ഗവൺമെന്റ് സെറ്റാക്കിയിട്ട് എല്ലായിടത്തും കുറെ പിരിവാരെയും വെച്ചിട്ട് പൈസ ഇരിക്കുകയാണല്ലോ. നമ്മുടെ സ്വന്തം നാട്ടില്, നമ്മുടെ സ്വന്തം ഭൂമി, നമ്മളെ ദൈവങ്ങൾ, നമുക്ക് വേണ്ടി നമ്മുടെ പൂർവികന്മാര് അല്ലെ നമുക്കുണ്ടാക്കി നമുക്ക് കാണാൻ വേണ്ടി ഒരു സെറ്റ് ഭൂമി ഇപ്പം നമ്മൾ പൈസ കൊടുത്ത് കാണേണ്ട അവസ്ഥ എത്തി ഗൈസ്.
അതാണ് അവസ്ഥ. എന്തായാലും കൊള്ളാം. അവിടെ ഒരു ബോർഡുണ്ട്, നമുക്ക് നോക്കാം എങ്ങോട്ടാണ് വ്യൂ പോയിന്റ്. ചെറുതോണി ഹിൽ വ്യൂ പോയിന്റ് 1/2 കിലോമീറ്റർ. ഗസ്റ്റ് ഹൗസ് ഇടുക്കി. എടാ ഇത് ഗസ്റ്റ് ഹൗസ് എങ്ങണ്ടല്ലേ ഇവിടെ എഴുതി വെച്ചേക്കുന്ന മേപ്പോട്ടല്ലോ. ഹിൽ വ്യൂ പാർക്ക്. എടാ നമ്മള് മേലോട്ട് അങ്ങോട്ടാണ് പോകണ്ട്. പക്ഷെ എന്തായാലും കേറി നോക്കാം. എന്താണ് ഇവിടെ മിക്കവാറും പിരിവാര് കാണും മിക്കവാറും. ഈ ഒരു ഗേറ്റും സംഭവം കണ്ടിട്ട് പിരിവാരുണ്ടെന്നാ തോന്നുന്നേ. പിരിവാരില്ലായിരുന്നാ മതിയായിരുന്നു. ഈ ഹിൽ വ്യൂ പോയിന്റിലോട്ട് വണ്ടിയൊന്നും കയറ്റി വിടത്തില്ല. പക്ഷെ അത് കുറച്ച് ശോകം. ഇപ്പം വണ്ടിയൊന്നും പ്രവേശിക്കാൻ പാടില്ല, സീനാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് ഗൈസ് കയറി പോകുന്നത്. ഗൈസ് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഹിൽ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇങ്ങോട്ടും കയറി. ഇവിടെ പാസ് എടുത്തായിരുന്നു. പാസ് ഒരാൾക്ക് 20 റുപ്പീസാണ് പാസ്. എന്തായാലും കയറുവാണ് മേളിലോട്ട്. ഇവിടെ സ്റ്റെപ്പൊക്കെ കയറി മേളിലോട്ട് പോകണം. അവിടുന്ന് ഞാൻ കാണിക്കാഞ്ഞെന്ന് വെച്ചാൽ അവർ ക്യാമറ കാണുമെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ മുമ്പ് ആളിയ ഡാമിൻ്റെ വ്യൂ നിങ്ങളാണ് കാണുന്നുണ്ട്. അവിടെ നമുക്ക് ഡാം കാണാം. അതുകൊണ്ട് ആ കാണുന്ന ഡാം, ഇടുക്കി ഡാമും കാര്യങ്ങളൊക്കെ, 2 ഡാം ഇവിടെ കാണാമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ബാക്കി മേലോട്ട് കയറിയിട്ട് നോക്കാം. കാശിങ്ങനെ സ്റ്റെപ്പ് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഫുള്ള് ഒരു പഴയ ടൈപ്പ് സെറ്റപ്പിലൊക്കെ ഉള്ളൊരു ഇതൊക്കെ കാണാം. ബ്രിട്ടീഷുകാരുടെ ടൈപ്പിലൊക്കെ ഉള്ള ആ കാലത്തൊക്കെ ഉള്ള സംഭവം. ഇവിടെ നമ്മൾ വ്യൂ പോയിന്റ് ഇതിൻ്റെ മുകളിലാണ് കയറി നോക്കാൻ പോകണം. നമുക്ക് നോക്കാം. 20 രൂപ കൊടുത്തിട്ട് മുതലായില്ലോ എന്ന് നോക്കാം. എൻ്റെ മോനെ പൊളി സംഭവം കൊള്ളാം കേട്ടോ. ഇതില്ല, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വ്യൂ കാണുന്നുണ്ടോ? ആദ്യത്തെ വീഡിയോയിൽ വന്ന പോലെ ആ സത്ര സമയം ഞങ്ങൾ നേരത്തെ അല്ല വന്നത്. അതിൻ്റെ കൂടെ അന്ന് ഭയങ്കര മഴയും കോടയൊക്കെ നല്ല കയറി കിടക്കുന്ന സമയത്താണ് വന്നത്. അതുകൊണ്ടായിരുന്നു അത്രയും ഒരു ഇത്. ഇന്ന് അത്രയ്ക്ക് കോടയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കിടിലം വ്യൂ ഒക്കെ തന്നെയാണ് കണ്ടോ. അന്ന് കോടയുള്ളപ്പം മഞ്ഞുള്ളൊരു വേറൊരു വ്യൂ, ഇത് വേറൊരു വ്യൂ. എന്തായാലും സെറ്റ്. ഇവിടെ 2 ഡാം നമുക്ക് നല്ലപോലെ കാണാം. ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി നോക്കട്ടെ. കുറച്ചുകൂടെ ഹൈറ്റിലോട്ട് പോകുന്നത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി നിങ്ങളെ കാണിച്ചു തരാം. കാശ് ഇവിടെ കിടിലൊരു വ്യൂ ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? നൈസ് വ്യൂ ആണ് ഇവിടെ. ആ ഹിൽ വ്യൂ പോയിന്റിന്റെ തന്നെ ഒരു കിടിലം വ്യൂ ആണ് ഇവിടെ. ഫുള്ള് ഈ കുന്നും മലയാണോ കുന്നാണോ ഇത്? അവിടെ അങ്ങോട്ട് പോകാൻ വഴിയൊന്നുമില്ല. ഇത് ഒരുമാതിരി ദ്വീപ് പോലെ കിടപ്പുണ്ടല്ലേ? ആ, എന്തൊരു സംഭവം ഇത് മാൻമേഡാണോ? മാൻമേഡോ ഇതോ? ഉറപ്പാണോ? അല്ല, വ്ളോഗ് ഉള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കുന്നത് എന്ത് സംഭവം, നമ്മൾ എന്തോ പറയുന്നത്. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ടൈപ്പ് പോലെ ഉണ്ട്. അവിടെ നോക്കുമ്പോ ഇതൊരു മീനിന്റെ കൂട്ടിയിരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് വഴി കാണുമായിരിക്കുമല്ലോ, അത് ബോട്ടിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അങ്ങോട്ട്. പക്ഷെ വ്യൂ ഉണ്ട്. ഒരു ഐലൻഡ് പോലെ ഉണ്ട് ഗായ്സ്. ഇതൊരു കാണാൻ ഒരു കിടിലം ഒരു ഐലൻഡ് പോലെ ഉണ്ട് സംഭവം. മഡഗാസ്കർ പോലെ ഒരു ഐലൻഡ് പോലെയൊക്കെ ഉണ്ട് ഗായ്സ്. ഞങ്ങളാണെങ്കിൽ മറ്റേ ഇവിടെ ഇടുക്കി ഡാമില്ല, നമ്മളിപ്പോ ആ ഹിൽ വ്യൂവിൽ കണ്ട ആ ഡാമിലോട്ട് ഞങ്ങളൊന്ന് പോകാൻ നോക്കി. അവിടെ ജസ്റ്റ് വണ്ടി ഒന്ന് കയറാം, അല്ലെങ്കിൽ 2 ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ സംഭവം അങ്ങോട്ടാണെങ്കിൽ അവർ കയറ്റി വിടത്തില്ല. നല്ല കയറാം, പക്ഷെ ഫോട്ടോ എടുക്കാൻ പാടില്ല, വണ്ടി കയറ്റാൻ പാടില്ല. എന്തുവാടി ഇത്? ആണ് ഡാമിന്റെ സേഫ്റ്റി ഇഷ്യൂസ് എല്ലാം കൊണ്ടാകാം അവരിങ്ങനെ കയറ്റി വിടാത്തതും ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ
പിന്നെ നമുക്ക് കാര്യമില്ലല്ലോ, നമുക്ക് ഞാൻ എങ്ങനെ പിന്നെ നിങ്ങളെ കാണിക്കും ഈ വീഡിയോ ഒക്കെ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ നേരെ നമ്മുടെ പാൽക്കുലമേട് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ലൈഫ് ആണെങ്കിലും റൈഡ് ആണെങ്കിലും ട്രാവൽ ആണെങ്കിലും ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യം തന്നെ നടക്കണമെന്നില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ലൈഫിലായാലും റൈഡിലായാലും കൂടുതൽ. അതുപോലെ തന്നെ ഒരു സംഭവം ഇവിടെ ഞങ്ങൾക്ക് സംഭവിച്ചു. പാൽക്കുലമേട് പോയപ്പോൾ ഞങ്ങൾ ഒരു എക്സ്ട്രീം ഓഫ് റോഡിലൂടെയാണ് ഞാൻ കടന്നു പോയത്. അത് എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് അതിൻ്റെ ഹൈലൈറ്റ് സീൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഈ ഓഡിയോയ്ക്ക് ശേഷം ഇടുന്നതാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. എന്തായാലും ഈ വീഡിയോയുടെ ലെന്ത് കൂടിപ്പോയതുകൊണ്ട് ഞാൻ ഈ വീഡിയോയോട് ഇടുന്നില്ല. ഞാൻ നെക്സ്റ്റ് വീക്ക് വേറൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയി ചെയ്യുന്നതാണ്. എല്ലാവരും ആ വീഡിയോയുടെ ബാക്കി കാണും. ഈ വ്ളോഗ് ഇവിടെ തീരുകയാണ്. എല്ലാവരും മാക്സിമം കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഓക്കെ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരുന്നതാണ്. ബൈ ബൈ. That super bass got boom, boom. Got me dead like I'm Kurt Cobain, boom, boom. Sit bass, that super bass got boom, boom. Got me dead like I'm Kurt Cobain, boom, boom. Sit bass, that. കയറുന്നില്ല ഗൈസ് ഇവിടെ. കയറ്റുന്നേക്കാൾ എളുപ്പം നടന്നു കയറില്ല. ബൈക്ക് കയറ്റിയാൽ കിതയ്ക്കുന്നല്ല വരാൻ. Got me dead like I'm Kurt Cobain, boom, boom. Sit bass, that super bass got boom,